ഈ വീഡിയോയിൽ SEO സബ്മിറ്റിനെ കുറിച്ച് ഒരു പൂർണ്ണ രൂപം തരാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പറഞ്ഞു പോകേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. അത് അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. SEO സബ്മിറ്റ് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചില ആൾക്കാർ ഇന്ത്യയെ കൊണ്ടൊന്നും സാധിക്കില്ല, അമേരിക്ക വലിയ ആനയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SEO സബ്മിറ്റ് നടന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ പുറത്ത് പബ്ലിഷായി. അതിൽ വളരെയധികം അമേരിക്ക അതിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വെപ്രാളപ്പെട്ടത് അമേരിക്കയാണ്. അപ്പം അത് തന്നെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നുമുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പീറ്റർ നെവേരോ, ട്രേഡ് അഡ്വൈസർ, പുള്ളി വളരെ ചീപ്പായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് റേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പീറ്റർ നെവേരോയ്ക്ക് തന്നെ നല്ല പ്രായമുണ്ട്. അപ്പം പുള്ളിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഏതാണ്ട് 1947 ഇന്ത്യയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഡയലോഗുകൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ വലിയ രീതിയിൽ കലാപം സൃഷ്ടിച്ച് കളയാം, വർഗീയ കലാപം ഉണ്ടാക്കി കളയാം എന്നുള്ള മാനസികാവസ്ഥയൊക്കെ അമേരിക്കയിൽ ചില വെള്ളക്കാരന്മാർക്കുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. പീറ്റർ നെവേരോ പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഓയിൽ മേടിച്ച് ഇന്ത്യയിൽ ബ്രാഹ്മണന്മാർ ലാഭം കൊയ്യുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഇയാൾക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? അതായത് വർഗീയത പടർത്തുക, അതാണ് ലക്ഷ്യം. അതായത് ഒരു പഴയ ഇന്ത്യയുടെ കാഴ്ചപ്പാട്, അതാണ് പീറ്റർ നെവേരോയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു 1.5 ആഴ്ചയായിട്ട് ഇന്ത്യക്കെതിരെ വർഗീയത വിളമ്പുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തുവിടുന്നത്. എനിവേ, അതൊരു സൈഡിൽ പോട്ടെ. വിവരമില്ലാത്ത അഹങ്കാരം പിടിച്ചൊരു വയസ്സൻ, അങ്ങനെ കരുതിയാൽ മതി. ഇനി നമ്മൾ അടുത്ത് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ആ രീതിക്ക് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് നെക്സ്റ്റ് ലെവൽ നെഗോസിയേഷന് തയ്യാറായിരിക്കുകയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് 0% താരിഫ് തരാം. അതായത് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് ഇറക്കുന്ന സാധനങ്ങൾക്ക് 0% താരിഫ്, അമേരിക്കയുടെ താരിഫ് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ചില വിരുദ്ധന്മാർ, അതായത് അമേരിക്കയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യയെ തരം താഴ്ത്തിക്കൊണ്ട് വാർത്ത ചെയ്ത ആൾക്കാരൊക്കെ കുറേ ഉണ്ടല്ലോ, അവരൊക്കെ ഇനി വന്ന് പറയും, കണ്ടോ ഇന്ത്യ അമേരിക്കയുടെ കാല് പിടിച്ചു എന്ന് പറയും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ധരിപ്പിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കള്ളത്തരങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് ആൾക്കാർ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ഏതറ്റം വരെയും തരം താഴ്ത്താൻ തയ്യാറാകുന്ന ചില മാധ്യമപ്രവർത്തകർ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ തന്നെ ടാക്ടിക്സ് ആണ്. ഒരാൾ ഇന്ത്യയെ വളരെ ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കും, ഇനി ഒരാൾ ന്യൂട്രലായിട്ട് സംസാരിക്കും, ഇനി ഒരാൾ അവർക്ക് എന്താണോ വേണ്ടത് അതങ്ങ് പറയും. അതായത് ട്രംപ് പറഞ്ഞു വെക്കുകയാണ് അമേരിക്കയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ ഇന്ത്യ, അതിന് 0% താരിഫ് ആക്കുക, എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ട്രംപിന് പറ്റിയ അബദ്ധം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ അബദ്ധമാണ്. ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എയ്നാർ ടാൻജൻ എന്ന് പറഞ്ഞ വ്യക്തി അമേരിക്കയിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസ്റ്റ്. ഇപ്പോൾ ഈ എയ്നാർ ടാൻജൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, ഇന്ത്യയെ ബിലിറ്റിലിംഗ് ചെയ്തത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയത്, അവരെ ചെറുതായി കണ്ടത്, അതായത് ഇന്ത്യയല്ലേ എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ഇന്ത്യക്ക് മേളിൽ ഇട്ടുകൊടുത്ത 50% താരിഫ് അത് തീർച്ചയായിട്ടും ബാക്ക് ഫയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് എയ്നാർ ടാൻജൻ പറഞ്ഞു വെക്കുന്നത്. ഇനി വാഷിങ്ടൺ പോസ്റ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഉണ്ടായ ബാക്ക് ഫയർ, ഇന്ത്യക്ക് 50% താരിഫ് ഇട്ടുകൊണ്ട് അത് അമേരിക്കയ്ക്ക് തന്നെ ബാക്ക് ഫയർ ആകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വാഷിങ്ടൺ പോസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഷിങ്ടൺ പോസ്റ്റും അതെല്ലാം എടുത്തു വെച്ച് പല ആൾക്കാരും ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഇന്ത്യക്കെതിരെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം ഇന്ത്യയെ അനുകൂലിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊട്ടും തന്നെ പൊതുജനങ്ങളെ അറിയിക്കാറുമില്ല അവർ. ഇതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒന്നുമില്ല, അമേരിക്കയ്ക്ക് SEO സബ്മിറ്റ് വളരെയധികം വേദനയുണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഈ ഒരു മോദിയും പുടിനും ഷീ ജിൻപിങ്ങും അവർ 3 പേരും ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിലൊട്ടാകെ
വലിയ സ്വീകരണമാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കിട്ടിയോ? പലരും വിചാരിക്കുന്നത് ഇന്ത്യ അങ്ങ് വലിഞ്ഞു കയറി പോയതുപോലെയുള്ള ചിന്ത പലർക്കും ഉണ്ട്. ചില കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് പറയാനുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമായ ഡോമിനേഷനോട് കൂടിയാണ് ഇന്ത്യ അവിടെ പോയത്. അതായത് ബ്രിക്സിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കപ്പെട്ടത്. കാരണം SCO സബ്മിറ്റ് ഒന്നുമല്ലാതെ ആയിത്തീർന്നങ്ങ് പോയേനെ. പക്ഷേ ഇന്ത്യ അതിനെ എടുത്ത് ഫോക്കസ് ചെയ്ത് ഇന്ത്യയുടെ വിസിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ SCO സബ്മിറ്റിന് ഇത്രമാത്രം ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരേ ഒരു കാര്യം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, അസർബൈജാൻ SCO ഓർഗനൈസേഷനിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിച്ചായിരുന്നു. തായ്യിപ് എർദോഗന്റെ ഒരു സപ്പോർട്ടോടു കൂടി, ഷീ ജിങ് പിങ്ങിൻ്റെ റെക്കമെൻഡോടു കൂടി എങ്ങനെയെങ്കിലും അസർബൈജാൻ ഈ SCOയിൽ ഒന്ന് മെമ്പറായി കളയാം എന്നുള്ള രീതിയിലാണ് ആലിയേവ് അവിടെ വന്നിരുന്നത്. ഇത് മീറ്റിംഗ് എല്ലാം കൂടി റെഡിയായി അസർബൈജാനെ എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയപ്പോഴത്തേക്കും ഇന്ത്യ അതിനെ വീറ്റോ ചെയ്ത് കളഞ്ഞു. പക്ഷെ വേണമെങ്കിൽ അവർക്ക് മെജോറിറ്റി വോട്ട് നേടി എന്നുള്ള നിലയിൽ അവർക്ക് അസർബൈജാനെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇന്ത്യ വീറ്റോ ചെയ്തതിന് വ്യക്തമായ കാരണം ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ പാകിസ്ഥാനുമായിട്ട് ചില ഡീലിങ്സ് നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും ഈ പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് അവിടെ കണ്ടംപ്റ്റ് ചെയ്തത്. SCO സബ്മീറ്റിന് ലാസ്റ്റ് മന്ത് ഫോറിൻ അംബാസിഡേഴ്സും ഡിഫൻസ് മിനിസ്റ്റേഴ്സൊക്കെ ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ചൈന പഹൽഗാം ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്രാവശ്യം പഹൽഗാം ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തു. അങ്ങനെ കണ്ടംപ്റ്റ് ചെയ്യുന്ന ആ ഒരു ടേബിളിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ അതിനെ ഗണ്ണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അസർബൈജാനെ പോലത്തെ ഒരു രാജ്യം പാകിസ്ഥാനുമായിട്ട് അവർക്ക് ചില രഹസ്യ ഇടപാടുകളുണ്ട്, അതിന് ട്രാൻസ്പെറൻസി പോരാ എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്പെറൻസി വരുത്തുന്നത് വരെ ഇന്ത്യ വീറ്റോ ചെയ്യും, SCOയിലും മെമ്പർ ആവാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ ഇന്ത്യയുടെ ഈ നിലപാടിനെ ചൈനയും റഷ്യയും ഒരുപോലെ പിന്തുണച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഈ ബ്രിക്സിൽ ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും കൂടുതൽ തടഞ്ഞിരുന്നത് ഇന്ത്യയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റൊരു രാജ്യത്തിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, ഈ ഒരു ഗ്ലോബൽ ബാലൻസ് മാറുന്നു എന്നുള്ളത് അമേരിക്ക വളരെ കൃത്യമായിട്ട് കണ്ടറിയുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? അമേരിക്ക 25% താരിഫ് ഇട്ട് നോക്കി, ഇന്ത്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും എന്ന് വിചാരിച്ചു, ഇന്ത്യ മിണ്ടിയില്ല. 50% താരിഫ് ഇട്ട് നോക്കി, ഇന്ത്യ അനങ്ങിയില്ല. അതിന് ശക്തമായിട്ട് വീണ്ടും ഞങ്ങൾ ഓയിൽ റഷ്യയുടെ നിന്ന് കൂടുതൽ മേടിക്കുമെന്നാണ് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചത്. ഇന്ത്യ ചൈനയുമായിട്ട് വരെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആ ഒരു എക്സ്റ്റെൻഡഡ് പൊസിഷനാണ് എടുത്തത്. അപ്പൊ ചൈനയുമായിട്ട് വരെ ഇന്ത്യക്ക് ബന്ധം മെച്ചപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്തും ചെയ്യും. അതാണ് മെസ്സേജ്, വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജാണ്. ഇത് അമേരിക്ക വളരെ വ്യക്തമായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പത്തി താന്നുകൊണ്ടിരിക്കുകയാണ്. താന്ന് പറഞ്ഞാൽ വെറുതെ താഴുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ 2-3 ആൾക്കാരുടെ മെസ്സേജ്. അവർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ടു ന്യൂഡൽഹി, നെഗോസിയേഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇനി പല ആൾക്കാരും ഇവിടെ അടിച്ചിറക്കും കേട്ടോ, ഇന്ത്യ അങ്ങോട്ട് കാല് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും കാല് പിടിക്കത്തില്ല. പിന്നെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ പ്രോഡക്റ്റിനും പല ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങൾ 0% താരിഫ് ആക്കാൻ സമ്മതമാണ്. ഇത് ഇപ്പോഴല്ല പറഞ്ഞത്, പണ്ടേ പറഞ്ഞതാണ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റിൽ സമ്മതിക്കത്തില്ല. അതേപോലെ EV കാറുകൾക്കും നമ്മൾ ഒരു നിശ്ചിത തോതിലുള്ള ഒരു താരിഫ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടെസ്ല അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് വെച്ചോ, നമ്മൾ അവിടെ നിന്ന് ടെസ്ലയെ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഉള്ളിലുള്ള മഹീന്ദ്ര, ടാറ്റ ഇങ്ങനത്തെ ലോക്കൽ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇന്ത്യ കാണിക്കത്തില്ല. അമേരിക്കയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നോ ചെയ്തോട്ടെ, അതിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതായത് അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഇന്ത്യ അയക്കുന്നെങ്കിൽ ആ സാധനങ്ങൾക്ക് ഇതുപോലെ കണ്ണും പൂട്ടിയുള്ള 50% പാടില്ല. ഇതാണ് ഇന്ത്യ പറയുന്നത്. അവിടെ വന്നിട്ട് ട്രേഡ് ഡെഫിസിറ്റ്, അവിടെ ട്രേഡ് ഇംബാലൻസ്, ഇമാതിരിയുള്ള സ്റ്റോറികൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. മറ്റുള്ള രാജ്യങ്ങളുടെ സാധനങ്ങൾ അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റും അതേപോലെ തന്നെ അങ്ങോട്ട് ഇറങ്ങണം. അതായത് അവിടുത്തെ കർഷകരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന താരിഫ് അത് ഇട്ടോളൂ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് ഇന്ത്യ ഓൾറെഡി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ 36,000 പ്രോഡക്റ്റിന്റെ ലിസ്റ്റുമായിട്ട് അവിടെ മാസക്കണക്കിൽ പോയിരുന്ന് നെഗോസിയേഷൻ നടത്തിയത്. അതിൻ്റെ ഇടയ്ക്കാണ് ചെറുതായിട്ട് ഈ സമാധാന നൊബൽ സമ്മാനവും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധവും ഇതൊക്കെ തന്നെ ഇടയ്ക്ക് കയറി വന്നത്.
ശരിക്കും പറഞ്ഞാൽ റഷ്യയോട് താല്പര്യമുള്ള ഒരു പ്രസിഡന്റാണ് ട്രംപ്. ആ സാഹചര്യത്തിൽ റഷ്യയുടെ പേരും പറഞ്ഞ് ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്തൊരു കാലഘട്ടമാണ് ഈ ഒരു 4 വർഷം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്താണ് റഷ്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആയി. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കാരണം റഷ്യ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പം പൊതുവിലുള്ള ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇത് മനസ്സിലായി തുടങ്ങി. അതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും ട്രംപ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം വെട്ടിലായിരിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും ഇന്ത്യയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഗ്ലോബലി തന്നെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ബാലൻസ് തെറ്റുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഏഷ്യൻ സൈഡിൽ ഗ്രിപ്പില്ലാതായി പോയി. ശരിക്കും ഇന്ത്യ ഏഷ്യൻ സൈഡിൽ ഓസ്ട്രേലിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സൈഡിലാക്കി. ഈ നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഉണ്ടായ ഒരു ഇഷ്യൂവിൽ ട്രംപിന്റെ മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് കൊറിയയ്ക്ക് നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട് അമേരിക്ക അടുത്ത്. വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് നല്ല രീതിയിലല്ല. ഏഷ്യൻ സൈഡിൽ ഇന്ത്യയുടേതായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവ് ആണ് ചെയ്തത്. ഫിലിപ്പൈൻസിനൊക്കെ ഇന്ത്യ വിട്ട് മാറാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ അവരുടെ ഡിഫൻസ് പാർട്ട്ണറാണ്. സൗത്ത് ചൈന സീയിലായിക്കോട്ട് ഇന്ത്യയാണ് ഫിലിപ്പൈൻസുമായിട്ട് ചേർന്ന് പെട്രോളിംഗ് നടത്തുന്നത്. പിന്നെ ഇവർക്ക് തായ്വാൻ കാർഡ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഏഷ്യൻ സൈഡിൽ അമേരിക്കയുടെ ഡോമിനൻസ് 10 ദിവസം കൊണ്ട് ഇന്ത്യ ഇല്ലാതാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇന്ത്യ ചെയ്തത്. ഓസ്ട്രേലിയ അവർക്കെതിരെയാവുന്നു, ജപ്പാൻ അവർക്കെതിരെയാവുന്നു. ഇതൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. 550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, ജപ്പാന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഇന്ത്യ തടഞ്ഞത്. ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് പോവേണ്ടിയിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് കൃത്യമായിട്ട് ഇന്ത്യ അതിനെ ലോക്ക് ചെയ്ത്. ഇതുപോലത്തെ പല ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളും ഇന്ത്യ ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. ട്രംപ് പൊസിഷനിൽ വന്നത് മുതൽ നിങ്ങൾ ജനുവരി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ 51,000 ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഇന്നത് 77,000. ഏതാണ്ട് 20,000 രൂപയ്ക്ക് മുകളിലാണ് വർധനവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ 6-7 മാസം കൊണ്ടാണ് സ്വർണത്തിന് ഈ വില വർധന ഉണ്ടായിരിക്കുന്നത്. അത്രയും ക്വിക്കായിട്ട്. കാരണം എന്താണ്? ഡോളറിന് മേലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു ജനങ്ങൾക്ക്, പൊതുവിലെ പല രാജ്യങ്ങൾക്കും. ചൈന പറയുന്നത് ബ്രിക്സിനുള്ളിൽ ഒരു ബാങ്ക് ഉണ്ടല്ലോ, ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഈ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ ഒന്ന് ഉഷാറാക്കണം. അപ്പോൾ ചൈന 88 ബില്യൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും നിശ്ചിത തോതിലുള്ള എമൗണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഷ്യയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ, അതുപോലെ തന്നെ SCOയിൽ മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ SCOയിൽ ഡെലിഗേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതുപോലെ ഒബ്സർവർ ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ലോൺ എടുക്കുന്നെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ കൊടുക്കുന്നെങ്കിൽ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് കൊടുക്കണം. എന്നിട്ട് ഈ രാജ്യങ്ങളുടെ പേയ്മെന്റ് ബ്രിക്സ് പേ വഴി മേടിക്കണം. അപ്പോൾ അത് എങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇപ്പോൾ ഒരു പദ്ധതി അവർ രൂപീകരിച്ചിരിക്കുന്നത് സ്വർണം വഴി മേടിക്കാം എന്നാണ് പ്ലാൻ. കാരണം പല രാജ്യങ്ങളുടെയും കറൻസി വളരെയധികം ലോ വാല്യൂ ആണ്. അപ്പോൾ ഈ ഏഷ്യൻ സൈഡിലായിക്കോട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ഈ കറൻസികളെല്ലാം മേടിച്ച് വെച്ചിട്ട് നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ആ രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യത്തിനെ വല്ലാതെ ഡൗൺ ചെയ്യും. അതും ഈ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഫിലിപ്പൈൻസുമായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഫിലിപ്പൈൻസ് കറൻസി വെച്ചിട്ട് അവർ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാണ്. അപ്പോൾ ഫിലിപ്പൈൻസിലെ കറൻസി നമ്മൾ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വർണ്ണമായിട്ട് അതിന് കൺവേർട്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ പുതിയ പ്ലാൻ. വേൾഡ് സെൻട്രൽ ബാങ്ക് തന്നെ ഈ സ്വർണ്ണ നിക്ഷേപമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡോളറിനേക്കാളും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഡോളറിനേക്കാളും എന്നാണ് ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന 1 ട്രില്യൺ ഫോറിൻ റിസർവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഏതാണ്ട് ഇപ്പം 700 ബില്യൺ മാത്രമേ ഇപ്പം ചൈന $ഡോളർ ഫോറിൻ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം വിറ്റഴിച്ചു. അതുപോലെ പല രാജ്യങ്ങൾക്കും വിറ്റഴിക്കാനുള്ള ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡീഡോളറൈസേഷന് വേണ്ടിയിട്ട് ഒരു കറൻസി പ്രഖ്യാപിക്കാതെ തന്നെ ഡോളറിനെ വീക്കൻ ചെയ്യുക, അതിന് ബദലായിട്ട് സ്വർണത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ബ്രിക്സിൻ്റെ പ്ലാൻ. അത് തന്നെയാണ് SCOയിലും അവർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തുടരെ 1-2 വീഡിയോകളായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.